യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഷെഡ്യൂൾസ് ആണ് പഠിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ എന്ന് നമ്മൾ പറയുന്ന ഷെഡ്യൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഓരോ ആർട്ടിക്കിൾസിലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലകത്ത്. അതുപോലെ ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികകൾ, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ അല്ലേ, ഒരു ബോക്സിലായിട്ട് നമ്മൾ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത ബാക്കി കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾസിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമുക്ക് 12 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. 12 ഷെഡ്യൂൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. അപ്പോൾ ആദ്യം ഓർത്ത് വയ്ക്കുക, നമുക്ക് 12 ഷെഡ്യൂൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട്. ഇനി ഈ ഒരു ഷെഡ്യൂൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ആക്റ്റിൽ നിന്നും വലിയൊരു ഭാഗം, ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുമ്പോൾ ഒരു വലിയ ബൾക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളൊരു ആക്ട് ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. അപ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. നമ്മളത് ഹിസ്റ്ററിയിലൊക്കെ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കും. സോ ഇതിൽ നമ്മുടെ ഷെഡ്യൂൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് ആദ്യമായിട്ട് ഷെഡ്യൂളിനെ കുറിച്ചിട്ട് പരാമർശിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഷെഡ്യൂൾസ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനുള്ള കണക്ഷൻ ഓർത്തു വയ്ക്കുക. അപ്പോൾ അന്ന് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ 10 ഷെഡ്യൂൾസ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അതിലൂടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫോം ചെയ്ത സമയത്ത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിലവിൽ എത്ര ഷെഡ്യൂളുണ്ട്? 12 ഷെഡ്യൂളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് നിലവിൽ വരുമ്പോൾ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ദെൻ ഈ ആദ്യമായിട്ട് ഷെഡ്യൂൾസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ എത്ര ഷെഡ്യൂളാണ് പറഞ്ഞിരുന്നത്? അതിൽ 10 ഷെഡ്യൂളുകളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത്, അംഗീകരിച്ച സമയത്ത് അതിൽ 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 8ാമത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇനി വരുന്ന 9ാമത്തെ ഷെഡ്യൂളും 10ാമത്തെ ഷെഡ്യൂളും 11ഉം 12. ഇപ്പോൾ ഈ 12 ഷെഡ്യൂൾ ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് വരുന്ന 4 ഷെഡ്യൂളുകളും ഭരണഘടന ഭേദഗതിയിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് തുടക്കത്തിൽ 8 ഷെഡ്യൂൾ ആണെങ്കിൽ പിന്നീട് ഭേദഗതിയിലൂടെ കൂടുതൽ ഷെഡ്യൂൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ 12 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആദ്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയല്ലോ? യെസ്, ഇനി നമുക്ക് ഓരോ ഷെഡ്യൂളായിട്ട് നോക്കാം. 12 ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ, 1ാം ഷെഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താണ്? ഈ ഷെഡ്യൂളിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. എന്ത് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരാണ് ആദ്യത്തെ ഷെഡ്യൂളിലുള്ളത്. ഇപ്പം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? അപ്പോൾ അത്രയും സംസ്ഥാനങ്ങളുടെ പേരും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിൻ്റെയൊക്കെ പേരും ടെറിട്ടോറിയൽ അധികാര പരിധി
എത്രത്തോളം ഏരിയ ഉണ്ട്, ടെറിട്ടറി എന്ന് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഇത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ ടെറിട്ടോറിയൽ അധികാര പരിധിയൊക്കെ എവിടെയാണുള്ളത്? ഒന്നാമത്തെ ഷെഡ്യൂളിലാണ്. അപ്പോൾ ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1ഉം ആർട്ടിക്കിൾ 4ഉമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ എന്താണ്? സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരാണ് ആദ്യത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ടെറിട്ടോറിയൽ അധികാര പരിധിയും ഇതിലുണ്ട്. എത്ര ഏരിയ ഉൾപ്പെട്ടിട്ടാണ് ഇന്നൊരു സ്റ്റേറ്റ്. കേരളം പറയുമ്പോൾ കേരളത്തിന് ഒരു ബോർഡർ ഉണ്ട് അല്ലേ, അത് കഴിഞ്ഞ് അപ്പുറത്ത് തമിഴ്നാട്, അല്ലെങ്കിൽ കുറച്ച് നോർത്തിലാണെങ്കിൽ അവിടെ ഒരു കർണാടക ബോർഡർ ഉണ്ട്. അപ്പം എത്ര ഏരിയ ഉണ്ട്, ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ പേരൊക്കെ. അപ്പം അതുകൊണ്ടാണ് പുതിയൊരു സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഫോം ചെയ്യുമ്പോൾ, ഇപ്പോൾ തെലങ്കാന ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ബോർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അതൊക്കെ ഈ ഒരു ഒന്നാം ഷെഡ്യൂളിൽ നമ്മൾ ആഡ് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ഷെഡ്യൂളിലാണ് സംസ്ഥാനങ്ങളുടെയും, ഈസിയാണ് ഓർത്ത് വയ്ക്കുക അല്ലേ, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരും ടെറിട്ടോറിയൽ അധികാര പരിധിയൊക്കെ ഒന്നാം ഷെഡ്യൂളിലാണ് വരുന്നത്. അതുപോലെ ഇത് ഏതൊക്കെ ആർട്ടിക്കിളിലായിട്ടാണ് പറയുന്നത്? ആർട്ടിക്കിൾ 1ഉം ആർട്ടിക്കിൾ 4ഉമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 1ഉം ആർട്ടിക്കിൾ 4ഉമാണ്. ഓക്കെ, അപ്പം അതാണ് ആദ്യത്തെ ഷെഡ്യൂള്. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ മനസ്സിലായല്ലോ? യെസ് അതെ. അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരും സംസ്ഥാനങ്ങളുടെ ടെറിട്ടോറിയൽ അധികാര പരിധിയും ഒന്നാം ഷെഡ്യൂളിലുണ്ട്. ആർട്ടിക്കിൾ 1 and 4 ആണ് അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അപ്പോൾ അത്രയും ഭാഗം പഠിച്ച് നമുക്ക് ഒന്നാമത്തെ ഷെഡ്യൂള് മനസ്സിലായി. അപ്പോൾ അതിൽ അത്രയാണ് ഉള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഷെഡ്യൂളിൻ്റെ അകത്ത് എന്താ പറയുന്നത്? അതിൽ അതായത് നമ്മുടെ രാജ്യത്തെ ഉയർന്ന പദവിയിലിരിക്കുന്ന, പ്രത്യേക പദവികളിലിരിക്കുന്ന ആളുകൾ, അതായത് ഇന്ത്യയുടെ രാഷ്ട്രപതി, അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ അല്ലെ, ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപതി, സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ, പിന്നെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ, ദെൻ രാജ്യസഭയുടെ കാര്യത്തിൽ രാജ്യസഭാ ചെയർമാനും രാജ്യസഭയുടെ ഉപാധ്യക്ഷനും, പിന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. ഇനി ചില സംസ്ഥാനങ്ങളിൽ, ഇപ്പം നമ്മുടെ കേരളത്തിൽ നമുക്കൊരു ഒരു നിയമസഭ മാത്രമേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചില സംസ്ഥാനങ്ങളിലുണ്ട്. ഇപ്പോൾ കർണാടകയിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG. അപ്പം അത്തരത്തിലുള്ള വളരെ വലിയ പദവിയിലിരിക്കുന്ന രാജ്യത്തെ പ്രത്യേകമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും പൊസിഷൻസിലിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് പ്രത്യേകം അവകാശങ്ങൾ ഉണ്ടാവും, പ്രിവിലേജസ് ഉണ്ട് അല്ലേ, പ്രത്യേക അവകാശങ്ങൾ, അവരുടെ വേതനം, അവരുടെ സാലറിയും, അവർക്ക് എന്തൊക്കെ അലവൻസസ് ആണ്, എത്ര രൂപയാണ്, എന്തൊക്കെ സാലറിയാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും എവിടെയാണ്? രണ്ടാമത്തെ ഷെഡ്യൂളിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ നമ്മൾ നോക്കി. രണ്ടാമത്തെ ഷെഡ്യൂളിൽ എന്താണ്? രാഷ്ട്രപതി, സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ, അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും നമ്മൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി, അതേ കാര്യം സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് രാഷ്ട്രപതി എങ്ങനെയാണോ പ്രസിഡന്റിന്റെ അതേ ഓൾമോസ്റ്റ് അതുപോലെയുള്ള പദവിയാണല്ലോ ഗവർണർമാർ സ്റ്റേറ്റിൽ അല്ലേ. പ്രധാനമന്ത്രിക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു പദവിയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്റ്റേറ്റുകളിലെ CM അല്ലേ, ചീഫ് മിനിസ്റ്റർ, അങ്ങനെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി, പിന്നെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, പിന്നെ ലോക്സഭ എടുത്ത അവിടുത്തെ ഏറ്റവും ടോപ്പ് അവിടുത്തെ സ്പീക്കറും ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറും, രാജ്യസഭ എടുത്ത രാജ്യസഭയുടെ ചെയർമാനും ഉപാധ്യക്ഷനും. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റുകളിലപ്പോൾ ആരാണ്? സ്റ്റേറ്റിലെ നിയമസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. ഇനി ചില സ്റ്റേറ്റുകൾക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സ്ഥാപനം കൂടെ ഉണ്ട്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ അവിടുത്തെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും. ഇനി പിന്നെന്താ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ദെൻ CAG. ഇത്രയും പൊസിഷൻസിലിരിക്കുന്ന ആളുകളുടെ വേതനം, അലവൻസസ്, അതുപോലെ അവരുടെ പ്രിവിലേജസ്, പ്രത്യേക അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെയാണ് രണ്ടാം ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷെഡ്യൂളും പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? ഇത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് രണ്ടാമത്തെ ഷെഡ്യൂളിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള പല പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ വേതനവും അലവൻസസ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ, മൂന്നാമത്തെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് പല പദവികളിലും ഇപ്പോൾ മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യും അല്ലേ. അപ്പം അത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കുറേ പദവികളുണ്ട്.
ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പദവിയിലുള്ള ആളുകളുടെ സത്യപ്രതിജ്ഞകളെ കുറിച്ചും എങ്ങനത്തെ ഓത്താണ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് 3-ാം ഷെഡ്യൂള്. അത് ആരുടെയൊക്കെയാണ്? ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാര്, അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികള്, പാർലമെന്റ് അംഗങ്ങൾ, MP-മാര്, സുപ്രീം കോടതി ജഡ്ജിമാര്, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സംസ്ഥാനത്തെ മന്ത്രിമാര്, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികള്, സംസ്ഥാന നിയമസഭാംഗങ്ങള്, ഹൈക്കോടതി ജഡ്ജിമാര് എന്നീ ഇത്രയും പറയുന്ന ആളുകൾ, ഇത്രയും പദവികളിലെ ആളുകളുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതാണ് 3-ാം ഷെഡ്യൂള്. ഓക്കെ, അപ്പം ആരുടെയൊക്കെയാണ്? ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാര്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികള്, പാർലമെന്റ് അംഗങ്ങൾ, MP-മാര്, കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ, സുപ്രീം കോടതി ജഡ്ജിമാര്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സംസ്ഥാന മന്ത്രിമാര്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികള്, സംസ്ഥാന നിയമസഭാംഗങ്ങൾ അല്ലെ, MLA-മാർ, അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാർ. ഇത്രയും പദവിയിലിരിക്കുന്ന ആളുകളുടെ സത്യപ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് 3-ാം ഷെഡ്യൂൾ. അതുപോലെ ഈ ഒരു ഷെഡ്യൂളിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 59, ആർട്ടിക്കിൾ 65, 75, 97, 125, 148, 158, 164, 186, 221 ഇത്രയും ആർട്ടിക്കിൾസ് ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഷെഡ്യൂളിലെ ആദ്യത്തെ 3 ഷെഡ്യൂളും പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേര്, അവരുടെ ടെറിട്ടോറിയൽ പരിധി, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 1 and ആർട്ടിക്കിൾ 4. 2-ാമത്തെ ഷെഡ്യൂളിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ പദവികളാണെന്ന്. ആ പദവികളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ അലവൻസും പ്രത്യേക അവകാശങ്ങളും വേതനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെയാണ് 2-ാമത്തെ ഷെഡ്യൂളിൽ. 3-ാമത്തെ ഷെഡ്യൂളിൽ അഗെയിൻ ഇതുപോലെയുള്ള പദവികളിലിരിക്കുന്ന ആളുകളുടെ സത്യപ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പം ആരുടെയൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അപ്പം 2-ാം ഷെഡ്യൂളും 3-ാം ഷെഡ്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഒന്ന് സത്യപ്രതിജ്ഞകളെ കുറിച്ചാണ്, അത് ആരുടെയൊക്കെ സത്യപ്രതിജ്ഞ എന്നുള്ളതും. 2-ാം ഷെഡ്യൂളിൽ വേതന വ്യവസ്ഥയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ആരുടെയൊക്കെയാണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം. അപ്പം ആദ്യത്തെ 3 ഷെഡ്യൂളുകൾ പഠിച്ചു അല്ലേ? യെസ്. ഇനി 4-ാമത്തെ ഷെഡ്യൂളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 4-ാമത്തെ ഷെഡ്യൂൾ നോക്കാം. 4-ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്ന ഷെഡ്യൂളാണ് 4-ാമത്തെ ഷെഡ്യൂൾ. അത് എളുപ്പമാണ് ഓർത്ത് വയ്ക്കുക അല്ലേ? അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇപ്പം രാജ്യസഭയിലും നമ്മുടെ രാജ്യത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ്, രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും സീറ്റുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ സ്റ്റേറ്റിന് ലോക്സഭയിലേക്ക് എത്ര സീറ്റാണുള്ളത്? 20 സീറ്റുകളാണ് കേരളത്തിനുള്ളത് അല്ലേ? അതുപോലെ രാജ്യസഭയിലേക്കും സീറ്റുകളുണ്ട്. അപ്പം ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കൊക്കെ അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലെ പോപ്പുലേഷനൊക്കെ വെച്ചിട്ടാണ് നമുക്ക് സീറ്റൊക്കെ എത്ര വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ രാജ്യസഭയിലേക്കുള്ള, ലോക്സഭയുടെ കാര്യം പറയുന്നില്ല, രാജ്യസഭയുടെ കാര്യമാണ് 4-ാമത്തെ ഷെഡ്യൂളിൽ. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇവർക്ക് ഓരോ സംസ്ഥാനത്തിനും അതുപോലെ ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിനും രാജ്യസഭയിൽ എത്ര സീറ്റ് ഉണ്ട്, എത്ര എണ്ണം സീറ്റ് ഉണ്ട് എന്നുള്ളത് പ്രതിപാദിക്കുന്നതാണ് 4-ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകൾ അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് 4-ാമത്തെ ഷെഡ്യൂൾ. അപ്പം അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 75, 84, 99, 124 അങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസ്, 146 അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. അപ്പം അതൊന്ന് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു എന്ന് മാത്രം ആർട്ടിക്കിൾസ്. അപ്പം ആദ്യത്തെ 4 ഷെഡ്യൂൾസ് മനസ്സിലായല്ലോ. യെസ്. ഇനി 5-ാമത്തെ ഷെഡ്യൂൾ നോക്കാം. ഓക്കെ, 5-ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ 5ഉം 6ഉം ഷെഡ്യൂൾ. അതായത് ഇപ്പം 5-ാമത്തെ ഷെഡ്യൂൾ എടുത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ ഷെഡ്യൂൾഡ് ഏരിയകളുണ്ട്. അതായത് ഇപ്പം 5-ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഷെഡ്യൂൾഡ് ഏരിയകളുടെയും അതുപോലെ പട്ടികവർഗക്കാരുടെയും
പട്ടികവർഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അത്തരത്തിലുള്ള പോപ്പുലേഷൻ, ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ടല്ലോ, പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലുള്ള ഏരിയകളൊക്കെ കൂടുതൽ അത്തരത്തിലുള്ള ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ്. അപ്പം നമ്മുടെ രാജ്യത്തെ ഷെഡ്യൂൾഡ് ഏരിയാസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം, അത് അങ്ങനെയുള്ള ഏരിയകളിൽ എങ്ങനെ ഭരണം നടത്തണം എന്നുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെയാണ് 5ാം ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അതായത് ഈ 5ാം ഷെഡ്യൂൾഡ് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10 സംസ്ഥാനങ്ങളുണ്ട് 5ാമത്തെ ഷെഡ്യൂളിൽ. ആദ്യം നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തെലങ്കാന, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഈ 10 സംസ്ഥാനങ്ങളാണ് ഈ ഷെഡ്യൂൾഡ് സംസ്ഥാനങ്ങൾ 5ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ 10 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തെലങ്കാന, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ 10 സ്റ്റേറ്റ്സ് 5ാം ഷെഡ്യൂളിൽ വരുന്ന സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, സോ ഈ 10 സംസ്ഥാനങ്ങളിലെ അവിടുത്തെ പട്ടികജാതി ആദിവാസി മേഖലകൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെ ആ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾക്ക് പ്രത്യേക രീതിയിലാണ് ഭരണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ട്രൈബിൻ്റെ കാര്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടായിരിക്കും, അവരുടെ ഭാഷ, കുറേ കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ട്രൈബൽ ഏരിയാസിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും എൻട്രി ഒന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പെർമിറ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാവർക്കും എൻട്രി ഇല്ല അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള ഏരിയകൾ, ഇപ്പോൾ ഈ ഷെഡ്യൂൾഡ് ഏരിയകളൊക്കെ സോഷ്യലിയും ഇക്കണോമിക്കലിയും ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഒരു സ്ഥലം അവിടുത്തെ പോപ്പുലേഷൻ, ഇപ്പോൾ ട്രൈബൽ ഏരിയ, പട്ടികവർഗ ഏരിയ എന്ന് പറയുന്ന ഏരിയയിൽ, അപ്പോൾ അവിടെ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് ഒരു ഏരിയ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ഏരിയ ആവുന്നതെന്നൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പം അത്തരത്തിൽ ഒരു ഷെഡ്യൂൾഡ് ഏരിയ എന്നുള്ളത് ഈ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 10 സ്റ്റേറ്റുകളിലൊക്കെ ഇതിലുള്ള ഈ സ്റ്റേറ്റുകളിലെ ചില ഏരിയകളിൽ ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ്. അപ്പോൾ അവിടെ ഈ ഒരു പെർട്ടിക്കുലർ ട്രൈബൽ സെക്ഷൻ്റെ ഒക്കെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അതുപോലെ സോഷ്യലി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് കണക്കാക്കും. എന്നിട്ട് അവിടെ ഭരിക്കാൻ പ്രത്യേകമായിട്ടുള്ള കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അവിടെ ആ ഒരു കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഇക്കണോമിക്കലി എംപവർ ചെയ്യാനും പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അവിടെ പ്രത്യേക രീതിയിലാണ് ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഏരിയ, പ്രത്യേകിച്ചും 10 സ്റ്റേറ്റ്സ്, ഈ 5th ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഈ 10 സ്റ്റേറ്റ്സ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ 5th ഷെഡ്യൂളിൽ ഈ 10 സ്റ്റേറ്റ്സിലെ ഉള്ള ഏരിയാസ് ഉണ്ട്, ഇതുപോലെയുള്ള ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ ഭരിക്കണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ 5th ഷെഡ്യൂളിൽ വരുന്നത്. അതുപോലെ തന്നെ 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്ന് പറയുന്ന 4 സംസ്ഥാനങ്ങളെ ഓർക്കുക 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ. ഈ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകൾ എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ് 6th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, അതായത് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും പറയുമ്പോൾ 5th ഷെഡ്യൂളിൽ ഒരു 10 സ്റ്റേറ്റ്സ് ഉണ്ട്, അത് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. അവിടുത്തെ ഷെഡ്യൂൾഡ് ഏരിയയിൽ എങ്ങനെ ഭരണം വേണം എന്നുള്ളതാണ് 5th ഷെഡ്യൂളിൽ പറയുന്നത്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലയുടെ ഭരണം എങ്ങനെ വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 6th ഷെഡ്യൂൾ. അപ്പോൾ 5th and 6th ഷെഡ്യൂൾ എന്നുള്ളത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം അങ്ങനെയുള്ള ഈ 2 ഷെഡ്യൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതാണ് 5th ഷെഡ്യൂളും 6th ഷെഡ്യൂളും. യെസ്, അപ്പോൾ ആദ്യത്തെ 6 ഷെഡ്യൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഷെഡ്യൂൾസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് മുതൽ നമ്മൾ എന്താ പഠിച്ചത്? അപ്പോൾ ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോൾ 12 ഷെഡ്യൂൾ ഉണ്ട്. തുടക്കത്തിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്? 8 ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 12 ഷെഡ്യൂളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പരാമർശിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935
ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഓരോ ഷെഡ്യൂളായി നോക്കുന്നു. ഒന്നാം ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേര്, ടെറിട്ടോറിയൽ പരിധി. രണ്ടാം ഷെഡ്യൂളിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള പദവിയിലുള്ള ആളുകളുടെ അലവൻസും പ്രത്യേക അവകാശങ്ങൾ, വേതനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ആ പദവിയിലിരിക്കുന്ന ആളുകളുടെ സത്യപ്രതിജ്ഞകളെ കുറിച്ചിട്ടാണ് മൂന്നാം ഷെഡ്യൂള്. നാലാം ഷെഡ്യൂൾ എന്തായിരുന്നു? രാജ്യസഭയിലുള്ള സീറ്റുകൾ, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. രാജ്യസഭയിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് നാലാം ഷെഡ്യൂള്. അഞ്ചാം ഷെഡ്യൂളും ആറാം ഷെഡ്യൂളും അല്ലെ, അഞ്ചാം ഷെഡ്യൂളിൽ 10 സ്റ്റേറ്റ്സിലെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ഷെഡ്യൂൾഡ് ഏരിയകളുടെയും പട്ടികവർഗക്കാരുടെയും ആ ഒരു ഏരിയയുടെയും ഭരണം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ 10 സ്റ്റേറ്റ്സുകളിലെ പട്ടികജാതി ആദിവാസി മേഖലകളിലെ ഭരണവും നിയന്ത്രണവുമാണ് അഞ്ചാം ഷെഡ്യൂളിൽ പറയുന്നത്. ആറാം ഷെഡ്യൂൾ ആവുമ്പോൾ എങ്ങനെയാണ്? അസം, മേഘാലയ, ത്രിപുര, മിസോറാം ഇത്രയും സ്റ്റേറ്റ്സിലെ ആദിവാസി മേഖലയുടെ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആറാം ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ അത്രയും കവർ ചെയ്തു അല്ലേ. ഇനി ഏഴാം ഷെഡ്യൂൾ നോക്കാം. യെസ്, ഇനി നമ്മൾ ഏഴാം ഷെഡ്യൂളിലേക്ക് പോവാണ്. അപ്പം എന്താണ് ഏഴാം ഷെഡ്യൂൾ? ഏഴാം ഷെഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാരത്തിൻ്റെ വിഭജനത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എളുപ്പത്തിന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, 3 ലിസ്റ്റുകളുണ്ട്, നിയമനിർമ്മാണ ലിസ്റ്റുകൾ 3 ഉണ്ട് എന്നുള്ളത് അല്ലേ. സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഏരിയയും അതുപോലെ കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഏരിയയും അതുപോലെ രണ്ടു പേർക്കും നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് 3 തരം ലിസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ലിസ്റ്റുകളാണ് ഏഴാം ഷെഡ്യൂളിൽ ഈ ലിസ്റ്റാണ് പറയുന്നത്. അതായത് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനം അല്ലെ. ഇപ്പം അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ്, നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. അപ്പോൾ പാർലമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ നിയമങ്ങൾ, അതായത് പാർലമെന്റും നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും നിയമം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ മേഖലകളിൽ ആർക്കൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു അധികാര വിഭജനമാണ് ഏഴാം ഷെഡ്യൂളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ യൂണിയനും സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അഥവാ യൂണിയൻ ഗവൺമെന്റ് അല്ലെ, യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള ഈ അധികാര വിഭജനം നമ്മൾ 3 തരം പട്ടിക അല്ലെങ്കിൽ 3 തരം ലിസ്റ്റുകളിലൂടെയാണ് ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 നിയമനിർമ്മാണ ലിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ 3 ലിസ്റ്റുകളുമാണ് ഈ 7th ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഈ ഒരു 7th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പം അത് ഓർത്ത് വയ്ക്കുക, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ 2 സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനത്തെ കുറിച്ചിട്ടാണല്ലോ ഈ ഒരു 7th ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? 3 ലിസ്റ്റുകൾ, നിയമനിർമ്മാണ ലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റ് 7th ഷെഡ്യൂളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 246 ആണ്. ആർട്ടിക്കിൾ 246ലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഈ അധികാര വിഭജനം വ്യക്തമാക്കുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെയുള്ള ഈ 3 ലിസ്റ്റ് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 246ലാണ്. അപ്പം അതും ഓർത്ത് വയ്ക്കുക, 7th ഷെഡ്യൂളിൽ ആർട്ടിക്കിൾ 246. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റുകൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ 3 ലിസ്റ്റ് ഉണ്ട് 7th ഷെഡ്യൂളിൽ പറഞ്ഞു. ആദ്യം യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എങ്ങനെയാണ്? 100 വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യം 97 വിഷയങ്ങളായിരുന്നു, ഇപ്പോൾ എത്ര വിഷയമുണ്ട്? 100 വിഷയങ്ങളുണ്ട് യൂണിയൻ ലിസ്റ്റിൽ. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയമുണ്ട്, ആദ്യം 97 വിഷയങ്ങളാണ്, ഓർത്ത് വയ്ക്കുക. അതുപോലെ യൂണിയൻ ലിസ്റ്റിൽ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിന് ആർക്കാണ് അധികാരം? കേന്ദ്ര സർക്കാരിനാണ് അധികാരം, കേന്ദ്രത്തിന് മാത്രമാണ് അധികാരം അല്ലേ. അതുപോലെ സംസ്ഥാന ലിസ്റ്റിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ എവിടെയാണുള്ളത്? യൂണിയൻ ലിസ്റ്റിലാണ്.
സംസ്ഥാന ലിസ്റ്റിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ പ്രാധാന്യം, അല്ലേ? കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ഒരു സിസ്റ്റത്തിൽ പോളിറ്റിയിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിലെ ചില വിഷയം എടുത്ത് പ്രതിരോധം അല്ലെങ്കിൽ സൈന്യം, ഇപ്പോൾ സൈന്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണല്ലേ. അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ്. അതുപോലെ രാജ്യത്തിന് മൊത്തത്തിൽ പ്രാധാന്യമുള്ളതും രാജ്യവ്യാപകമായിട്ട് ഒരു ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പം സൈന്യം എന്ന് പറയുന്ന വിഷയം നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ പ്രാധാന്യമുള്ളതാണ്, അല്ലേ? അതുപോലെ രാജ്യത്തിന് വ്യാപകമായിട്ട് ഒരു ഏകീകൃത നിയമം വേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതിരോധം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്തിന് മൊത്തത്തിൽ ഒരു ഏകീകൃത നിയമം വേണം, അല്ലേ? ഓരോ സ്റ്റേറ്റിനും ഓരോന്നാണോ? അല്ലല്ലോ. ആസ് എ കൺട്രി നമുക്ക് ഒരുമിച്ചുള്ള ഒരു ഏകീകൃത നിയമം വേണം. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങൾ, രാജ്യത്തിന് പ്രാധാന്യമുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. അതുപോലെ നമ്മുടെ ഭരണഘടന നോക്കിയാൽ നമുക്ക് യൂണിയൻ ലിസ്റ്റിന് സംസ്ഥാന ലിസ്റ്റിന് ആധിപത്യമുണ്ട്. ഓക്കെ. യൂണിയൻ ലിസ്റ്റിന് എപ്പോഴും സംസ്ഥാന ലിസ്റ്റിന്റെ മുകളിൽ അതിനേക്കാൾ കൂടുതൽ ആധിപത്യം യൂണിയൻ ലിസ്റ്റിന് തന്നെയാണ് പ്രാധാന്യം ഉള്ളത്. അതുപോലെ പാർലമെന്റിന് നികുതി ചുമത്താൻ പറ്റിയിട്ടുള്ള പ്രത്യേക അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 15 വിഷയങ്ങളുണ്ട്. അത് പാർലമെന്റിന് പ്രത്യേക അധികാരമുണ്ട്, നികുതി ചുമത്താൻ പ്രത്യേകം അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അതുപോലെ 88ാം ഭേദഗതി പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ സേവനങ്ങളുടെ നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർലമെന്റിന് നികുതി ചുമത്താൻ പ്രത്യേകം അധികാരമുള്ള 15 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുണ്ട്. അതുപോലെ 88ാം ഭേദഗതി പ്രകാരമാണ് യൂണിയൻ ലിസ്റ്റിൽ സേവനങ്ങളുടെ നികുതി എന്ന പേരിൽ പുതിയൊരു വിഷയം കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിക്ക് എത്രത്തോളം അധികാര പരിധി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർലമെന്റിനെ വിപുലീകരിക്കാൻ സാധിക്കും. യൂണിയൻ ലിസ്റ്റ് ഉണ്ടല്ലോ, യൂണിയൻ ലിസ്റ്റിൽ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിക്ക് എത്രത്തോളം അധികാരം ഉണ്ട് എന്നുള്ളതൊക്കെ പാർലമെന്റിന് തീരുമാനിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് കൂട്ടണമെങ്കിൽ കൂട്ടാനൊക്കെ സാധിക്കും. അപ്പം അത്രയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തു വയ്ക്കാം. ഇനി യൂണിയൻ ലിസ്റ്റിലെ കുറച്ച് പ്രധാനപ്പെട്ട വിഷയം നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രതിരോധം, അതുപോലെ സൈന്യം, അതുപോലെ അന്താരാഷ്ട്ര ബന്ധം, ഇൻ്റർനാഷണൽ റിലേഷൻസ്, തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ, ആശയവിനിമയം, ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഇതൊക്കെ, അല്ലേ? രാജ്യത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവ. അപ്പം പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞത്. ഇനി രണ്ടാമത് സംസ്ഥാന ലിസ്റ്റാണ്. സംസ്ഥാന ലിസ്റ്റിൽ എത്ര വിഷയമുണ്ട്? 61 വിഷയങ്ങളുണ്ട്. 66 വിഷയങ്ങളാണ് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 100 എണ്ണം ഉണ്ട്, അല്ലേ? അപ്പോൾ കൂടുതൽ എവിടെയുള്ളത്? യൂണിയൻ ലിസ്റ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിയൻ ലിസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ സംസ്ഥാന ലിസ്റ്റിനേക്കാൾ കൂടുതൽ ടോപ്പിക്സ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇവിടെ 61 വിഷയങ്ങളാണുള്ളത്. ആദ്യം 66 എണ്ണം ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, 42ാം ഭേദഗതി നിയമം 1976 പ്രകാരം നമ്മൾ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന 5 വിഷയങ്ങളുണ്ട്. അത് ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നീട് 42ാം ഭേദഗതി പ്രകാരം 1976 ഈ ഒരു 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഒന്ന് വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഭാരവും അളവ് അല്ലെങ്കിൽ തൂക്കം എന്ന് പറയുന്ന, തൂക്കവും അളവുകൾ എന്ന് പറയുന്ന വിഷയം, അതുപോലെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒഴികെയുള്ള ബാക്കി എല്ലാ കോടതി,
അതായത് ജില്ലാ കോടതികൾ, അങ്ങനെയുള്ള കോടതികളുണ്ടല്ലോ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി, ഭരണഘടന, സംഘടന എന്നിവയുടെ ഭരണം. ഈ പറയുന്ന 5 വിഷയങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏതു ഭേദഗതി പ്രകാരമാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? 42ാം ഭേദഗതി പ്രകാരം 1976 ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 വിഷയം, വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അതുപോലെ തൂക്കവും അളവും അല്ലെങ്കിൽ ഭാരവും അളവുകളും, അതുപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി, ഭരണഘടന, സംഘടന എന്നിവയുടെ ഭരണം. ഓക്കെ, അപ്പം അത്രയും വിഷയങ്ങൾ എന്ത് ചെയ്തു? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അപ്പോൾ ഏതൊക്കെയാണ് മാറ്റിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ് മാറ്റിയത്, ഏത് ഇയറിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്റ്റേറ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, ഇനി സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, സംസ്ഥാന ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ എന്താണ്? സംസ്ഥാന നിയമസഭകൾക്കാണ് നിയമങ്ങൾ നിർമ്മിക്കാവുന്നത്. ഓക്കെ, അപ്പം സംസ്ഥാന ലിസ്റ്റിൽ ആരാണ്? ഈ ഒരു ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത്. പക്ഷേ ഇതൊരു എപ്പോഴും നമുക്കറിയാം അല്ലേ, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവറുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് സാധാരണ സാഹചര്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം നിർമ്മിക്കും എന്നുള്ളൊരു കാര്യം ഓർഡിനറി സിറ്റുവേഷൻ, സാധാരണ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ദേശീയ താല്പര്യം കണക്കിലെടുത്തിട്ട് നമുക്ക് ഈ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള, സംസ്ഥാന ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന് സവിശേഷ അധികാരമുണ്ട് നിയമം നിർമ്മിക്കാനായിട്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിൽ ആർട്ടിക്കിൾ 249 പ്രകാരം ദേശീയ താല്പര്യം വരുന്ന കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ ആർക്ക് നിയമനിർമ്മാണം നടത്താൻ സാധിക്കും? പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കും. അതായത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യത്തിന് ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിനൊന്നും നിയമം നിർമ്മിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നോർമലി സാധാരണ സാഹചര്യത്തിൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത്. പക്ഷേ പ്രത്യേകമായിട്ടും ഒരു ദേശീയ താല്പര്യമൊക്കെ കണക്കിലെടുത്തിട്ട് ഈ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ ആർട്ടിക്കിൾ 249 പ്രകാരം പാർലമെന്റിന് സവിശേഷ സാഹചര്യം, ദേശീയ താല്പര്യമൊക്കെ ഉള്ള സാഹചര്യം വരുമ്പോൾ നിയമം നിർമ്മിക്കാൻ സാധിക്കും. അപ്പം അത് ഓർത്തു വയ്ക്കുക. അതുപോലെ 3 വ്യവസ്ഥകളിലാണ് ഇതുപോലെ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു വിഷയത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യസഭ പ്രമേയം പാസ്സാക്കുമ്പോൾ, അതായത് സഭയിൽ ഒരു പ്രമേയം പാസ്സാക്കുകയാണ്, ഇന്നൊരു ടോപ്പിക്, ഇന്നൊരു വിഷയത്തിൽ ഇങ്ങനൊരു നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഈ ഒരു വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്രമാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ളത് രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കും. 2, ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ, നമുക്കറിയണ കാര്യമാണല്ലേ, അടിയന്തരാവസ്ഥ, എമർജൻസി ഒക്കെ വരുമ്പോൾ ആർട്ടിക്കിൾ 250 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ ആർക്ക് നടത്താൻ പറ്റും? അല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ഗവൺമെന്റിന് ഫുൾ പവർ ലഭിക്കുകയാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കും. അതുപോലെ മൂന്നാമതൊരു സാഹചര്യം, 2 അതിലധികമോ സംസ്ഥാനങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ കീഴിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയാണ്. 2, ഇപ്പോൾ കേരളം, തമിഴ്നാട് ഫോർ എക്സാമ്പിൾ, അങ്ങനെ 2 മിനിമം 2 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ, 2നേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്നൊരു ടോപ്പിക് എടുത്തിട്ട് ഈ ഒരു വിഷയത്തിൽ പാർലമെന്റ് വേണം നിയമനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞ് ഒരു പ്രമേയം അഭ്യർത്ഥിച്ച് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അതാണ് മൂന്നാമത്തെ സാഹചര്യം. അതായത് ഒന്നുകിൽ രാജ്യസഭ പ്രമേയം പാസ്സാക്കുകയാണ്, അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയുടെ സമയം, അല്ലെങ്കിൽ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ സംസ്ഥാന ലിസ്റ്റിന് കീഴിലുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റ് നിയമം പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം പാസ്സാക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൽ ആർക്ക് നിയമം നിർമ്മിക്കാൻ സാധിക്കും? കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ഈ പറയുകയാണ്. ഇപ്പം 3 സാഹചര്യങ്ങൾ പറഞ്ഞതിൽ മൂന്നാമത്തെ സാഹചര്യം എന്തായിരുന്നു? 2 അതിലധികമോ സ്റ്റേറ്റുകൾ
സംസ്ഥാന ലിസ്റ്റിന് കീഴിലുള്ള ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റ് വേണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ എന്നുള്ളൊരു സാഹചര്യം പറഞ്ഞല്ലോ. ആ സാഹചര്യം വരുമ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനങ്ങൾ ഒരു പ്രമേയം പാസ്സാക്കി എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതുപോലെ പാർലമെന്റ് ഒരു നിയമം നടപ്പിലാക്കുക എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നിയമം അത് ഏത് സ്റ്റേറ്റ് ആണോ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയ ആ സ്റ്റേറ്റുകൾക്ക് മാത്രമേ ബാധകമാവൂ. ഓക്കെ, അതായത് കേരളവും തമിഴ്നാടും കൂടെ ഒരു പ്രമേയം പറയാണ്, ഞങ്ങളുടെ കീഴിലുള്ള ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പൊതുക്രമം അല്ലെങ്കിൽ പോലീസ് ഒരു വിഷയം, പോലീസ് എന്ന് പറയുന്ന വിഷയത്തിൽ പാർലമെന്റ് നിയമം പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റുകൾ ഒരു പ്രമേയം പാസ്സാക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ 2 സ്റ്റേറ്റുകൾ ഒരു പ്രമേയം പാസ്സാക്കി പാർലമെന്റ് ആ ഒരു വിഷയത്തിൽ നിയമം പാസ്സാക്കി അത് ആ സ്റ്റേറ്റുകളെ ബാധിക്കുള്ളൂ. ഓക്കെ, ഇനി അപ്പം ഇത് കണ്ടിട്ട് ബാക്കി സ്റ്റേറ്റുകൾ വിചാരിക്കണം, ഇപ്പോൾ കേരളവും തമിഴ്നാടും കൂടിയിട്ടാണ് അവരുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പോലീസ് എന്നുള്ള വിഷയത്തിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പാർലമെന്റിനോട് പറയുകയാണ് നിയമം പാസ്സാക്കണം, അങ്ങനെ പാർലമെന്റ് നിയമം നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാർലമെന്റ് അങ്ങനെ ഒരു നിയമം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക എക്സാമ്പിളായിട്ട്. അങ്ങനെ പാർലമെന്റ് അങ്ങനെ ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഈ കേരളവും തമിഴ്നാടിനും മാത്രമാണ് ബാധിക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ വേറെ കുറച്ച് സ്റ്റേറ്റ്സിന് തോന്നുകയാണ് ഞങ്ങൾക്കും ഈ ഒരു കാര്യം വേണം, ഞങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഞങ്ങൾക്കും വേണം എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ അവർക്കും ഇതേ പ്രമേയം പാസ്സാക്കിയിട്ട് ഇത് സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ പ്രമേയത്തിന്റെ പേരിൽ, സംസ്ഥാനം പ്രമേയം പാസ്സാക്കിയതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റ് നിയമം ഉണ്ടാക്കി എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിൽ പിന്നീട് വല്ല ഭേദഗതി ചെയ്യുക അല്ലെങ്കിൽ ആ നിയമം ഇല്ലാതാക്കുക, റദ്ദാക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. പിന്നീട് സംസ്ഥാനങ്ങൾക്ക് അതിലൊരു അധികാരവുമില്ല. സംസ്ഥാനം പറഞ്ഞിട്ടാണ് പ്രമേയം പാസ്സാക്കിയിട്ടാണ് സംസ്ഥാനത്തിന്റെ ഒരു വിഷയത്തിൽ പാർലമെന്റ് നിയമം പാസ്സാക്കി അല്ലേ. പക്ഷേ ആ നിയമത്തിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള ആ നിയമത്തിൽ പിന്നീട് ആ നിയമം ഭേദഗതി വരുത്താനോ റദ്ദാക്കാനോ ഒന്നും സംസ്ഥാനത്തിന് പറ്റില്ല, അതെല്ലാം പാർലമെന്റിനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാലും അവിടെ എന്താണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതും, അതുപോലെ കൂടുതൽ സബ്ജക്ട്സ് എവിടെയുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. അതുപോലെ സംസ്ഥാനത്തിന്റെ ഈ ഒരു ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ പ്രാദേശികമായിട്ടുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അല്ലെ. യൂണിയൻ ലിസ്റ്റിൽ കൂടുതൽ എങ്ങനെയാണ് മൊത്തത്തിൽ രാജ്യത്തിന് വേണ്ട രാജ്യത്തിന്റെ ഒരു ഏകീകൃത സ്വഭാവമുള്ള രാജ്യത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ എങ്ങനെയാണ് പ്രാദേശികമായിട്ടുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളും ഒക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ, ടോപ്പിക്കുകൾ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നികുതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരുന്നു, പ്രത്യേകം വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭകൾക്ക് നികുതി ചുമത്താനുള്ള പ്രത്യേക അധികാരമുള്ള വിഷയങ്ങൾ സംസ്ഥാന പട്ടികയിൽ 20 എണ്ണം ഉണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ 1991 69-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ദേശീയ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വ്യവസ്ഥയും കൂടെ ഉണ്ട്, അതൊന്ന് ഓർത്തു വയ്ക്കുക. അതായത് പബ്ലിക് ഓർഡർ, പോലീസ്, ലാൻഡ്, ഇങ്ങനെയുള്ള 3 വിഷയങ്ങൾ, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഈ 3 വിഷയങ്ങളിൽ ഡൽഹി സർക്കാരിന് നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് 1991 69-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇങ്ങനെ ഒരു പ്രത്യേക വ്യവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇത് ഡിസ്കഷനിൽ വരാറുണ്ടല്ലേ. ഈ ഒരു ഡൽഹിയിലുള്ള പബ്ലിക് ഓർഡർ, പോലീസ്, ലാൻഡ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവിടുത്തെ സർക്കാരിന്, ഡൽഹി ഗവൺമെന്റിന് അല്ല, കേന്ദ്ര ഗവൺമെന്റിനാണ് ഇതിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അവരുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പ്രത്യേക ഒരു സാഹചര്യമാണ്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്, ഏതൊക്കെ വിഷയങ്ങളിലാണെന്നുള്ള കാര്യം ഒന്ന് ഇതുമായി റിലേറ്റഡ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചിലത്, ഇപ്പോൾ പൊതുക്രമം, പോലീസ്, പൊതുജനാരോഗ്യം, ശുചിത്വവും, ആശുപത്രികളും ഡിസ്പെൻസറികളും, വാതുവെപ്പും ചൂതാട്ടം, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെയാണ്. ഇത് ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്, ജസ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് എന്താണ്, കൺകറന്റ് ലിസ്റ്റ് അല്ലേ. കൺകറന്റ് ലിസ്റ്റിന് കീഴിൽ 52 വിഷയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇതിൽ പറയുന്ന വിഷയത്തിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് കൺകറന്റ് ലിസ്റ്റ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 42ാം ഭേദഗതി പ്രകാരം 1976 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ഏതൊക്കെയാണത്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഭാരവും അളവുകളും, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി, ഭരണഘടന, സംഘടന എന്നിവയുടെ ഭരണം. ആ ഒരു കാര്യം ഇപ്പോൾ എന്തിലാണ്? ഇത്രയും വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. അത് തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. യെസ്, അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളാണുള്ളത്. അതുപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുപോലെ 2 കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന ഇതിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്? കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് നിലനിൽക്കുക. ഓക്കെ, അപ്പം അതോർത്ത് വയ്ക്കുക. ഒരു വൈരുദ്ധ്യം വരികയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്, അതിനാണ് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് മൊത്തത്തിൽ ഉടനീളമുള്ള നിയമനിർമ്മാണം, ഇപ്പം നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ രാജ്യം മുഴുവൻ ആവശ്യമുള്ള വിഷയങ്ങളായിരിക്കും അല്ലേ. അപ്പം അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, രാജ്യത്തുടനീളം ഒരു ഏകീകൃത നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത വിഷയങ്ങളൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ദത്തെടുക്കൽ, പിന്തുടർച്ച, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി 8ാം ഷെഡ്യൂളിലേക്ക് പോകാം. അപ്പം അങ്ങനെ 7ാം ഷെഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 8ാം ഷെഡ്യൂൾ നോക്കാം. 8ാം ഷെഡ്യൂള് എന്താണ്? നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകളാണ് 8ാം ഷെഡ്യൂള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകൾ 8ാം ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും പറയും 8th ഷെഡ്യൂളിലുള്ള ലാംഗ്വേജ് അല്ലെ, മലയാളമൊക്കെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പം 22 ഔദ്യോഗിക ഭാഷകളാണ് ഭരണഘടന അംഗീകരിച്ചത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് 8ാം ഷെഡ്യൂളിലാണ് പറയുന്നത്. അതാണ് 8th ഷെഡ്യൂളിലുള്ള ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളിലും ഇത് പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൽ വരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അസമീസ്, ബംഗാളി, ബോഡോ, ഡോങ്ക്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മതിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, സാന്താലി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇത്രയും ലാംഗ്വേജസ് ആണ് 22 ലാംഗ്വേജസ് 8th ഷെഡ്യൂളിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകൾ ഇത്രയാണ്. ഓക്കെ, അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് 9ാമത്തെ ഷെഡ്യൂൾ നോക്കാം. 9ാമത്തെ ഷെഡ്യൂള് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് 9ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഈ 8 ഷെഡ്യൂളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ ഷെഡ്യൂൾ 9, 10, 11, 12 വരെയുള്ള ഷെഡ്യൂൾസ് ഒക്കെ പിന്നീട് ആഡ് ചെയ്തതായിരിക്കും അല്ലേ. അപ്പം അതൊക്കെ ഭരണഘടന ഭേദഗതി വഴിയാണ് ബാക്കിയുള്ള ഇപ്പോൾ പറയുന്ന ഷെഡ്യൂൾസ് ഒക്കെ
വന്നിട്ടുള്ളത്. അപ്പം അത് ഓർത്ത് വയ്ക്കുക. അപ്പം 8th ഷെഡ്യൂൾ വരെ നോർമലി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. 9ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ 1951 1ാം ഭേദഗതി വഴിയാണ് 9ാം ഷെഡ്യൂൾ കൂടിച്ചേർത്തത്. അപ്പോൾ 1951 1ാം ഭേദഗതിയിൽ വഴി നമ്മൾ 9ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ തുടക്കത്തിലല്ലേ 1950 കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നിലവിൽ വന്ന ഉടനടി നെക്സ്റ്റ് ആദ്യമായിട്ടുണ്ടായ ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ 9ാമത്തെ ഷെഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ 9ാമത്തെ ഷെഡ്യൂളിലുള്ള മറ്റൊരു കാര്യം, അതായത് നമ്മുടെ രാജ്യത്ത് പൊതുവെ നിയമങ്ങൾ ഇപ്പം മൗലികാവകാശങ്ങളുണ്ടല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു കാണും. നമ്മുടെ രാജ്യത്ത് ഏതൊരു നിയമം ഉണ്ടായാലും ആ നിയമം എന്ത് ചെയ്യും? നിയമം ഇങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട്, അതായത് മൗലിക അവകാശങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്നിട്ട് അതായത് പാർലമെന്റ് ഉണ്ടാക്കിയതൊക്കെയുള്ള, പാർലമെന്റോ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഇത്തരത്തിൽ മൗലികാവകാശങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ ഒത്തുചേർന്ന് പോയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ആ നിയമം നിലനിൽക്കില്ല. അത് നമ്മുടെ രാജ്യത്ത് അതിനെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ജുഡീഷ്യൽ പരിശോധന എന്നൊക്കെ പറയും അല്ലേ. അതായത് രാജ്യത്തുണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതിനെ നമ്മൾ ജുഡീഷ്യൽ പരിശോധന എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ 9ാം ഷെഡ്യൂളിൽ നമ്മൾ ഈ ഒരു 9ാം ഷെഡ്യൂള് 1951 തന്നെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെ ഒന്നും ഈ ഞാൻ പറഞ്ഞില്ലേ, ഏത് നിയമം വന്നാലും അത് മൗലികാവകാശങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഒത്തുചേർന്ന് പോയില്ലെങ്കിൽ ആ രാജ്യത്ത് ആ നിയമം ഇല്ലാതെയാവും. ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 9ാം ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ട് ഇതിൽ വരുന്ന നിയമങ്ങളൊന്നും ഇതുപോലെയുള്ള ജുഡീഷ്യൽ പരിശോധന, അതായത് മൗലികാവകാശങ്ങളുമായി ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ 9ാം ഷെഡ്യൂൾ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയത്. 1951 1ാം ഭേദഗതി പ്രകാരം ഉണ്ടാക്കാനുള്ള അതിൻ്റെ സാഹചര്യങ്ങൾ വേറെയും കുറേ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്തത്. പക്ഷേ പിന്നീട് 2007 ഒരു സുപ്രീം കോടതി വിധി പ്രകാരം എങ്ങനെയാണ്, April 24, 1973 ശേഷം ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെല്ലാം ജുഡീഷ്യൽ അവലോകനത്തിന് തുറന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് 1973 ശേഷം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള നിയമങ്ങളൊക്കെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കിയേ പറ്റൂ. അതായത് മൗലികാവകാശങ്ങളുമായി ഒത്തുചേർന്ന് പോകുമെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ചേർന്ന് പോയില്ലെങ്കിൽ ആ നിയമം ഇല്ലാതെയാവും എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് ഈ ഒരു 9ാം ഷെഡ്യൂൾ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അഥവാ ചോദിക്കുകയാണ് 9ാം ഷെഡ്യൂളിലുള്ള നിയമങ്ങൾ ഇതുപോലെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന്, ജുഡീഷ്യൽ അവലോകനത്തിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണോ, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതിനെ ബാധിക്കില്ല ആ സാഹചര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല, അത് മാറിയിരിക്കുന്നു. ഓക്കെ, ഇനി 10ാം ഷെഡ്യൂൾ, 10ാമത്തെ ഷെഡ്യൂളും 11ാമത്തെ ഷെഡ്യൂളും നോക്കും. 10, 11, 12 ഇനി 3 ഷെഡ്യൂൾസും കൂടെ ഉണ്ട്. അപ്പം അതെല്ലാം കുറച്ചും കൂടെ നമ്മൾ ഇലക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ജനാധിപത്യം, ഇലക്ഷൻ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ, ഭരണം റിലേറ്റഡ്, ഗവൺമെൻറ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ടൊരു ഷെഡ്യൂളാണ് 10ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 10ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഷെഡ്യൂളാണ്. അതായത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളാണ് 10ാം ഷെഡ്യൂളിൽ ഉള്ളത്. അതായത് ഈ പാർലമെന്റിലെ അംഗങ്ങൾ, MP-മാർ, അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ, MLA-മാരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ അയോഗ്യത സംബന്ധിച്ച് നമുക്കൊരു വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇത് മാത്രമല്ല, 10ാം ഷെഡ്യൂളിൽ പറയുന്ന കാര്യം മാത്രമല്ല, പക്ഷേ 10ാം ഷെഡ്യൂളിൽ കൂറുമാറ്റ വിരുദ്ധ നിയമം എന്ന് പറയുന്നത്, നമ്മൾ 10ാം ഷെഡ്യൂളിൽ തന്നെ ഡിഫെക്ഷൻ ലോ എന്ന് കേട്ടിട്ടുണ്ടാവും. കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നും നമ്മൾ 10ാം ഷെഡ്യൂളിൽ പറയും. 10ാം ഷെഡ്യൂളിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളുടെ അയോഗ്യതയ്ക്കുള്ള റീസൺസ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യവസ്ഥകളാണ് 10ാം ഷെഡ്യൂളിൽ പറയുന്നത്. പ്ലസ് ഈ ഒരു ഷെഡ്യൂൾ എപ്പോഴാണ് ആഡ് ചെയ്തത്? 9ാം ഷെഡ്യൂൾ 1951 ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. 10ാം ഷെഡ്യൂൾ 1985 52ാം ഭേദഗതി പ്രകാരമാണ് കൂടിച്ചേർത്തത്. അത് ഓർത്തു വയ്ക്കുക. കൂറുമാറ്റ വിരുദ്ധ നിയമം എന്നതിനറിയപ്പെടുന്നുണ്ട് ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ. അതുപോലെ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകളാണ് 10ാം ഷെഡ്യൂളിൽ ഉള്ളത്.
ഓക്കെ, യെസ്. അപ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. 10ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? കൂറുമാറ്റ വിരുദ്ധ നിയമമാണ് പറയുന്നത്. അതായത് ഈ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിലുള്ള അല്ലെങ്കിൽ MLA-മാരും MP-മാരെല്ലാം കൂറുമാറ്റം, വേറെ പാർട്ടിയിലേക്ക് മാറുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ അവർക്ക് അയോഗ്യത ഉണ്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇതിൽ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭൗതിക ആനുകൂല്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള മെമ്പറിന് മറ്റു പാർട്ടി, ഇപ്പോൾ മറ്റു പാർട്ടിക്ക് ഒരു ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു മന്ത്രിസ്ഥാനം തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റു പാർട്ടിയിലേക്ക് കൂറുമാറ്റുക, അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് കൂറുമാറ്റ നിരോധന നിയമം വന്നതും. അത് 10th ഷെഡ്യൂളിലാണ് അത് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു പാർലമെന്റ് സഭയിലെ അംഗത്വം തന്നെ ഈ ഒരു കൂറുമാറ്റ നിരോധന നിയമം മൂലം, ഈ ഒരു നിയമപ്രകാരം അവർക്ക് നഷ്ടമാകും. അപ്പം അത് പാർലമെന്റിനും സംസ്ഥാന അസംബ്ലികൾക്കും ബാധകമാണെന്ന് ആലോചിക്കുക. ഓക്കെ, 10th ഷെഡ്യൂളിൽ 10ാം ഷെഡ്യൂളിൽ പറയുന്ന ഈ ഒരു കൂറുമാറ്റ നിരോധനം എന്ന് പറയുന്നത് പാർലമെന്റിനും സംസ്ഥാന അസംബ്ലി നിയമസഭകൾക്കും അവിടെയുള്ള 2 സ്ഥലത്തംഗം MP-മാർക്കും MLA-മാർക്കും ബാധകമാണ്. ഓക്കെ, അപ്പം അതിലൂടെ ബേസിക് ആയിട്ട് ഈ 10th ഷെഡ്യൂളിൽ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ എന്താ ഉദ്ദേശിക്കണേ? ഏതെങ്കിലും ഒരു വ്യക്തിപരമായ ഉദ്ദേശങ്ങൾക്കായിട്ട് MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ഒക്കെ രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്കൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ വരുമല്ലോ. അപ്പം അതിനെ തടയുന്നതാണ് ഈ കൂറുമാറ്റ നിരോധനം എന്നുള്ളത്, ഈ കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂറുമാറ്റ നിരോധനത്തിന്റെ പേരിൽ 10th ഷെഡ്യൂളിൽ പറയുന്ന ഈ ഒരു കൂറുമാറ്റത്തിന്റെ പേരിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഒരു അയോഗ്യതയ്ക്കുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് എന്നുള്ളത് നോക്കാം. അതായത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു അംഗം, ഓക്കെ, ഒരു MLA-യോ MP-യോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം, ഒരു പാർട്ടിയിൽ അംഗമായിരിക്കുമല്ലോ, ആ അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു MLA-യോ MP-യോ അവരുടെ രാഷ്ട്രീയ പാർട്ടി, ഇപ്പം ഈ സഭയുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു വോട്ടെടുപ്പ് വരിക, അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളിൽ ആ പാർട്ടിയിലുള്ള ആ രാഷ്ട്രീയ പാർട്ടി, ഏത് പാർട്ടിയിലാണോ ആ MP അല്ലെങ്കിൽ MLA ഉള്ളത്, ആ പാർട്ടി പറയും ഇന്ന രീതിയിൽ ഈ ഒരു വിഷയത്തിൽ വോട്ടെടുക്കുമ്പോൾ ഈ രീതിയിൽ വോട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പം ആ പാർട്ടി പറഞ്ഞ നിർദ്ദേശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ സഭയിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ വിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു കാരണമാണ് അയോഗ്യതയ്ക്ക്. അതുപോലെ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കാൻഡിഡേറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും കൂറുമാറ്റ നിരോധന പ്രകാരം അതൊരു അയോഗ്യതയ്ക്കുള്ള കാരണമാണ്. അതുപോലെ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗം, നമ്മുടെ നിയമസഭയിലാണ്, നമ്മുടെ സഭകളിലൊക്കെ അല്ലേ, നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളെയും പല രീതിയിൽ ഇലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇലക്ട് ചെയ്യല്ല, നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇലക്ഷനിലൂടെ അല്ലാതെ നോമിനേറ്റ് ചെയ്യുന്ന, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ, അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അംഗം 6 മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അതും കൂറുമാറ്റ നിരോധന പ്രകാരം അതും ഒരു അയോഗ്യതയ്ക്കുള്ള കാരണമാണ്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ കൂറുമാറ്റത്തിൻ്റെ പരിധിയിൽ പെടുത്തും. അപ്പം അത് ഈ ഒരു 10th ഷെഡ്യൂളിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം അങ്ങനെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അയോഗ്യത, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അയോഗ്യനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? സ്പീക്കറോ, അതായത് ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, നിയമസഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ അവിടുത്തെ ചെയർമാൻ. അപ്പം അങ്ങനെ രാജ്യസഭ, ലോക്സഭ, നിയമസഭ എവിടെയാണെങ്കിലും അവിടുത്തെ സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനോ ആണ് അവിടെ തീരുമാനം എടുക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അപ്പം അത് ശരിയാണോ, ഇതൊരു കറക്റ്റ് തന്നെയാണോ, ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് അത് അനലൈസ് ചെയ്ത് ആ തീരുമാനത്തിലെത്തുന്നത് വേറെ ആരുമല്ല, അവിടുത്തെ സഭയിലെ നാഥനായിട്ടുള്ള ആളാരാണോ ആ ആളായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് 10th ഷെഡ്യൂളിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ കൂറുമാറ്റം മൂലമുണ്ടാവുന്ന അയോഗ്യത സംബന്ധിച്ചിട്ടുള്ള ഏതൊരു ചോദ്യവും ആ സഭയുടെ പ്രിസൈഡിങ് ഓഫീസറാണ് തീരുമാനിക്കുക. അത് നമ്മൾ രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ, ലോക്സഭയാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ, നിയമസഭയാണെങ്കിൽ നിയമസഭാ സ്പീക്കർ, അങ്ങനെ ആ പ്രിസൈഡിങ് ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ട അയോഗ്യതയുടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതുപോലെ കോടതി, ഇപ്പം ഇതിൽ പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പം അതിലുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ 10ാം ഷെഡ്യൂൾ പ്രകാരം ഇങ്ങനെ ഒരു പ്രിസൈഡിങ് ഓഫീസറാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു അല്ലേ.
അപ്പം അങ്ങനെ പ്രിസൈഡിങ് ഓഫീസർ, അതായത് ഞാൻ പറഞ്ഞ പോലെ സഭയുടെ നാഥൻ ആരാണ്, ആ ഒരു പ്രിസൈഡിങ് ഓഫീസറാണ് ഈ ഒരു വിഷയത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ആ സമയത്ത് ഈ പ്രിസൈഡിങ് ഓഫീസർ ഒരു ട്രൈബ്യൂണലായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് കോടതി പറയുന്നത്. കാരണം ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടുള്ള അന്വേഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ഈ ഒരു പ്രിസൈഡിങ് ഓഫീസറിന് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അതിനുള്ളൊരു ആൻസർ ഇങ്ങനെയാണ് കോടതി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്രിസൈഡിങ് ഓഫീസറിനാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. പ്രിസൈഡിങ് ഓഫീസർ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലുവൻസിൽ വല്ല തീരുമാനം, അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് വഴിയുള്ള തെറ്റായ തീരുമാനമാണോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് അവിടെ കോടതിക്കൊക്കെ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ ഡിസിഷൻ എപ്പോഴും പ്രിസൈഡിങ് ഓഫീസർ, ഏത് ഹൗസിലാണ് സംഭവിച്ചത്, ഏത് സഭയിലാണ് സംഭവിച്ചത്, അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കും തീരുമാനിക്കുന്നത് കൂറുമാറ്റ നിരോധന പ്രകാരമുള്ള ഒരാൾ അയോഗ്യനാണോ എന്നുള്ള കാര്യം. അപ്പം അതെല്ലാം പറയുന്നത് 10th ഷെഡ്യൂളാണ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഷെഡ്യൂളാണ് 10th ഷെഡ്യൂൾ. ഇനി 11ഉം 12ഉം ഷെഡ്യൂൾ വരുമ്പോൾ 11ാമത്തെ ഷെഡ്യൂളിൽ നമ്മുടെ പഞ്ചായത്തുകളുടെ അധികാരം, ഉത്തരവാദിത്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പഞ്ചായത്തി രാജ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ റൂറൽ ഏരിയകളിലൊക്കെ അധികാര വികേന്ദ്രീകരണം എന്നൊക്കെയുള്ള രീതിയിൽ പഞ്ചായത്തുകളും പിന്നീട് മുനിസിപ്പാലിറ്റികളൊക്കെ വന്നു അല്ലേ? അപ്പം അത് 73ാം ഭേദഗതിയിലാണ് പഞ്ചായത്തി രാജ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? 1992 വന്നതാണ്. അപ്പം അതുവരെ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നപ്പോൾ ഈ പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ഓക്കെ പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു, ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വന്നു. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു 11ാം ഷെഡ്യൂൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആഡ് ചെയ്തു. അതാണ് ഈ 11ാം ഷെഡ്യൂൾ. അപ്പം അതുകൊണ്ട് 11ാം ഷെഡ്യൂളിൽ ഒരു 29 ഇനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ഷെഡ്യൂൾ ചേർത്തത്. അതായത് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്, പഞ്ചായത്തി രാജ് വന്നതോടുകൂടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി. അതാണ് 11ാം ഷെഡ്യൂൾ. 12ാം ഷെഡ്യൂളോ സെയിം, പഞ്ചായത്ത് രാജ് വന്നപ്പോൾ തന്നെ അപ്പം നമുക്ക് എന്തുണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റികൾ ഇല്ല, ഏർബൻ ആയിട്ടുള്ള ഏരിയകൾ, റൂറൽ ഏരിയകളിലെ പഞ്ചായത്തുകളും ഏർബൻ ആയിട്ടുള്ളൊരു ഏരിയകളിലുള്ള ഒരു ഒരു അധികാര വികേന്ദ്രീകരണത്തിന് നമ്മൾ മുനിസിപ്പാലിറ്റികളും വന്നു അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്യണം. മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അതൊക്കെ എവിടെ ആഡ് ചെയ്യും? ഒരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളൊരു 12ാം ഷെഡ്യൂൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അത് 1992 74ാം ഭേദഗതി പ്രകാരമാണ് 12ാം ഷെഡ്യൂൾ വന്നത്. അതിൽ 18 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 11ഉം 12ഉം ഷെഡ്യൂൾ നമ്മൾ ഈ പഞ്ചായത്ത് രാജൊക്കെ വന്നപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 11ാം ഷെഡ്യൂളിലും ആഡ് ചെയ്തു. 12ാം ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ എഴുതി 12ാം ഷെഡ്യൂളിലും എഴുതി. ഓക്കെ, അപ്പം അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്നുള്ളതും ഓർത്ത് വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയോ? ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഞാൻ. ഓക്കെ, 7ാമത്തെ ഷെഡ്യൂളിൽ സ്റ്റേറ്റ്, അതായത് കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നിയമങ്ങൾ ഉണ്ടാക്കാം അല്ലേ ഈ വിഷയങ്ങളിൽ. പക്ഷെ അവിടെയും എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് നിലനിൽക്കുക എന്നുള്ളത് അതിൽ പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഓക്കെ,
കണ്ടീഷൻസ്. യെസ്, അതായത് വേറൊരു ക്വസ്റ്റ്യൻ, എന്തൊക്കെ കണ്ടീഷനാണ് സംസ്ഥാന പട്ടികയിൽ നിന്നുള്ള വിഷയത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് 3 വ്യവസ്ഥകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് രാജ്യസഭ അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കുമ്പോൾ രാജ്യസഭയിൽ ഇന്ന ഒരു വിഷയത്തിൽ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു വിഷയം എടുത്തിട്ട് പോലീസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇനി സംസ്ഥാന ഗവൺമെന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണം എന്നുള്ള പേരിൽ രാജ്യസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുവാണ്. അങ്ങനെ പാസ്സാക്കുമ്പോൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ആ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റും. അപ്പോൾ ഒന്ന്, രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ, അതുപോലെ ദേശീയ അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ, അത് നമുക്കറിയാം, അടിയന്തരാവസ്ഥയാകുമ്പോൾ സ്റ്റേറ്റിനേക്കാൾ പവർഫുൾ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുകയാണ് അല്ലേ. അതുപോലെ 2 അതിലധികമോ സ്റ്റേറ്റുകൾ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു ആവശ്യം വരുമ്പോൾ, ഇത്തരം 3 സാഹചര്യങ്ങളിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് നിയമം നടപ്പിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി 1976 42-ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റിയത്. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഭാരവും അളവുകളും, ഈ പറയുന്ന സുപ്രീം കോടതിയും ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ നീതി, ഭരണഘടന, സംഘടന, ഈ പറയുന്ന വിഷയങ്ങൾ, ഈ 5 വിഷയങ്ങളും ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നതെന്ന് ഓർത്തു വയ്ക്കുക. 42-ാം ഭേദഗതി 1976 ഈ വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, യെസ്, ക്ലിയർ ആയോ? അപ്പോൾ 10th ഷെഡ്യൂളിലുള്ള കൂറുമാറ്റ നിരോധനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നോക്കണം. ദെൻ 8th ഷെഡ്യൂളിൽ എളുപ്പമാണല്ലേ, 22 ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ, അത് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഭാഷകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അസമീസ്, ബംഗാളി, മലയാളം, ഹിന്ദി, കന്നഡ, കശ്മീരി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മൾ കേട്ടിട്ടുള്ള ഗുജറാത്തി. ഔദ്യോഗിക ഭാഷ എന്ന് പറയുമ്പോൾ പല സ്റ്റേറ്റുകളുടെയും ഔദ്യോഗിക ഭാഷ അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഭാഷകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് 8th ഷെഡ്യൂളിലാണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. 8th ഷെഡ്യൂൾ അങ്ങനെ ഈസിയാണ്. 7th ഷെഡ്യൂളിലാണ് നമ്മൾ 3 ലിസ്റ്റുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 7th ഷെഡ്യൂളിൽ പഠിക്കുക. പിന്നെ 5th ഉം 6th ഉം അത് രണ്ടും ട്രൈബൽ ഷെഡ്യൂൾഡ് ഏരിയകളുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 5th ഷെഡ്യൂളിൽ ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? 10 സ്റ്റേറ്റ്. 6th ഷെഡ്യൂൾ അതുപോലെ ഇനി പല സ്റ്റേറ്റുകളും അങ്ങനെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇന്ന ഏരിയ ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊന്ന് കേരളമൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളൊരു ആവശ്യമൊക്കെ ഉന്നയിച്ചൊരു പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇനി ഏതെങ്കിലും സ്റ്റേറ്റൊക്കെ അങ്ങനെ ആഡ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് 10 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. പെട്ടെന്ന് ആഡ് ആവില്ല എങ്കിലും ജസ്റ്റ് അങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 6th ഷെഡ്യൂളിൽ 4 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് പ്രത്യേകം ആണ്. ഈ ഒരു ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം അത്രയധികം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് അല്ലേ. ഈ സ്റ്റേറ്റ്സിൽ അത്രയധികം ട്രൈബൽ പോപ്പുലേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സും ഭയങ്കര അങ്ങനത്തെ റിലേറ്റഡ് കൾച്ചറൊക്കെ ഉള്ള ഒരു ഏരിയാസ് ആണ്. ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള നോർത്ത് ഈസ്റ്റിലൊക്കെ പോകാനൊക്കെ ഈ മേഖലകളിലേക്കൊക്കെ പോകാനൊക്കെ വലിയ പെർമിഷനൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 6th ഷെഡ്യൂളിലായിട്ട് അത് പ്രത്യേകം ഒരു ഷെഡ്യൂൾ ആക്കിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം 5th ഷെഡ്യൂളിൻ്റെ ഒപ്പം ആഡ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് അത് 6th ഷെഡ്യൂൾ എന്ന രീതിയിൽ പ്രത്യേക ഒരു ഷെഡ്യൂളിൽ ഈ 4 സ്റ്റേറ്റ്സും വന്നു. അപ്പോൾ 5th ഉം 6th ഉം ഷെഡ്യൂളിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, ഷെഡ്യൂൾഡ് ഏരിയ റിലേറ്റഡ് കാര്യങ്ങൾ. പിന്നെ 7th പറയുമ്പോൾ നമ്മൾ 3 ലിസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 7th ഷെഡ്യൂള്. പിന്നെ ഏതായിരുന്നു? 8th ഷെഡ്യൂള് 22 ലാംഗ്വേജസ് അല്ലേ. 9ാം ഷെഡ്യൂള് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതാണ് 8 ഷെഡ്യൂളായിട്ട് തുടക്കത്തിൽ വന്ന് ആദ്യമായിട്ട് ആഡ് ചെയ്തോ. അതായത് 1ാം ഭരണഘടന ഭേദഗതി പ്രകാരം 1951 ആഡ് ചെയ്തു 9ാം ഷെഡ്യൂള്. പിന്നെ 10ാം ഷെഡ്യൂള് കൂറുമാറ്റ വിരുദ്ധ നിയമമാണ് പ്രധാനമായിട്ട് അതിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. 11ാം ഷെഡ്യൂളും 12ാം ഷെഡ്യൂളും പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റി. യെസ്, ഓക്കെ, യെസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, യെസ്, താങ്ക് യു.